നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആയത്തുള്ള ഖമനേയും കുടുംബവും ബങ്കറിലേക്ക് നീങ്ങി. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകിയത് ഇറാൻ ഇൻ്റർനാഷണൽ. സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഖമനേയി, മകൻ മൊജ്തബ എന്നിവരുൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ വടക്ക് കിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലേക്ക് മാറിയെന്നാണ് ഇറാൻ ഇൻ്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തൊരിടത്തും സുരക്ഷിതമല്ല. ഞായറാഴ്ച മഷാദ് നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഖമനേയിക്കും കുടുംബത്തിനും ഒരു കാര്യം വ്യക്തമായി: പ്രിസിഷൻ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന് എളുപ്പത്തിൽ കഴിയും. ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ഖമനേയി ഇല്ലാതാക്കാൻ അവർ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുന്നതിന് ഒരു തീരുമാനമെടുക്കാൻ അവസാന അവസരം നൽകുകയായിരുന്നു അമേരിക്ക. ആയത്തുള്ള ഖമനേയിയെ വധിക്കാനുള്ള ഇസ്രായേൽ പദ്ധതി ഇക്കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് തടഞ്ഞുവെന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ ശക്തമാണ്. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഇക്കാര്യം വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. ഖമനേയിയെ വധിക്കാൻ അവസരമുണ്ട് എന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിക്കുന്നു. ഇക്കാര്യം US മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചുവെങ്കിലും ട്രംപ് അനുവദിച്ചില്ല. US ഫോക്സ് TVയുമായുള്ള അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നെതന്യാഹു തയ്യാറായില്ല. ഇറാനെ ആക്രമിക്കും മുൻപ് ട്രംപിന് വിവരം അറിയിച്ചിരുന്നുവെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൻ്റെ ഫലമായി ഇറാനിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് നെതന്യാഹു ആവർത്തിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് വ്യക്തം. ഇറാനിലെ ഒരു നിര ഉന്നത സൈനികോദ്യോഗസ്ഥരെയും ആണവശാസ്ത്രജ്ഞരെയും ഒക്കെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ ഇപ്പോൾ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ 1/3 ആകെ 120 എണ്ണം വ്യോമസേന നശിപ്പിച്ചുവെന്ന് IDF അവകാശപ്പെടുന്നു. IDF മുഖ്യ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ തിങ്കളാഴ്ച ഇക്കാര്യം പ്രഖ്യാപിച്ചു. നിലവിലെ യുദ്ധകാലത്ത് ഓരോ ലോഞ്ചറുകൾക്കും ഡസൻ കണക്കിന് മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഒറ്റ രാത്രി കൊണ്ട് വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ച മിസൈലുകളിൽ പകുതിയോളം മാത്രമേ വിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ ഈ ലോഞ്ചറുകളിൽ ഭൂരിഭാഗവും തങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കുമെന്ന് IDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുദ്ധത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ കൂടുതൽ മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കാനുള്ള ഇറാന്റെ കഴിവ് വളരെ കുറച്ചു കൊണ്ടുവരുമെന്ന് ഇസ്രായേൽ പറയുന്നു. രാത്രിയുടെ മറവിൽ ഇസ്രായേലിൽ സൈറണുകൾ നിലയ്ക്കാതെ മുഴങ്ങുന്നു. മറുവശത്ത് ഇസ്രായേൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വരുന്ന ഭീഷണികളെ തച്ചുടയ്ക്കുന്നു. ഇറാന്റെ മിസൈൽ തന്ത്രത്തിൽ ഒരു മുഖ്യ മാതൃക രാത്രികാലങ്ങളിലുള്ള ആക്രമണങ്ങളാണ്. രാത്രിയിൽ ഇറാനിൽ നിന്ന് ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ അത്ര യാദൃച്ഛികമല്ല. ഇസ്രായേൽ ജനങ്ങളിൽ ഭയം ജനിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ബോധപൂർവമായ സൈനിക സാങ്കേതിക തന്ത്രമാണ് ഇറാൻ പ്രയോഗിക്കുന്നത്. ഒരു വശത്ത് രാത്രികാലം വ്യക്തമായ മറവ് നൽകുന്നു. ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കാനുള്ള തീരുമാനം ദൃശ്യപരതയേക്കാൾ വളരെ കൂടുതൽ. രാത്രി ആക്രമണത്തിൽ ഒരു മനഃശാസ്ത്രപരമായ യുദ്ധവും അടങ്ങിയിരിക്കുന്നു. വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. മിസൈലുകൾക്ക് പ്രൊപ്പൽഷനു വേണ്ടി അന്തരീക്ഷ ഓക്സിജനെ ആശ്രയിക്കാൻ കഴിയില്ല. പകരം ജ്വലനത്തിനാവശ്യമായ ഘടകങ്ങളായ ഇന്ധനവും ഓക്സിഡൈസറും അവയുടെ സിസ്റ്റങ്ങളിൽ വഹിക്കണം. ബാലിസ്റ്റിക് മിസൈലുകൾ ഓക്സിജൻ കുറവുള്ളതോ ഇല്ലാത്തതോ ആയ ഉയരങ്ങളിലെത്തുന്നു. ബാലിസ്റ്റിക് മിസൈലുകളെ 2ആയി തരംതിരിക്കാം: ദ്രവ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയും ഖരമിന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയും. ഷഹാബ് സീരീസ് ഉൾപ്പെടെയുള്ള ഇറാന്റെ ദീർഘദൂര മിസൈലുകളിൽ സാധാരണയായി ദ്രാവക ഇന്ധനമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഈ മിസൈലുകൾക്ക് വിക്ഷേപിക്കുന്നതിന് മുൻപ് സങ്കീർണമായ ഒരു ഇന്ധന പ്രക്രിയ അനിവാര്യം. അതിൽ 2 വ്യത്യസ്ത ടാങ്കുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഇന്ധനത്തിനും മറ്റൊന്ന് ഓക്സിഡൈസറിനും. ഈ പ്രവർത്തന സമയം അങ്ങേയറ്റം സെൻസിറ്റീവും അപകടകരവുമാണ്. സ്റ്റേഷനറി ലോഞ്ച് ഇൻഫ്രാസ്ട്രക്ചറും ഗ്രൗണ്ട് ക്രൂവുമൊക്കെ ആവശ്യമുണ്ട്. ഇന്ധനം നിറയ്ക്കുന്ന ഘട്ടം മിസൈലിനെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായ ഘട്ടമാണ്. പ്രത്യേകിച്ച് ശത്രു ഉപഗ്രഹങ്ങളുടെയും നിരീക്ഷണ വിമാനങ്ങളുടെയും ഒക്കെ നിരീക്ഷണവും പരിശോധനയുമുള്ള സാഹചര്യത്തിൽ കണ്ടെത്തലിനും ഇത്തരം പ്രത്യാക്രമണങ്ങൾക്കുമുള്ള സാധ്യത പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം പ്രക്രിയകൾ നടത്തുകയാണ് പതിവ്. ഇറാൻ എപ്പോഴും ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് രാത്രികാലങ്ങൾ. എന്നാൽ 10-110
സോൾഫാഗർ പോലുള്ള ഹ്രസ്വ ഇടത്തരം മിസൈലുകൾ സാധാരണയായി ഇന്ധനം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സംവിധാനങ്ങളിൽ ഇന്ധനത്തിൻ്റെയും ഓക്സിഡൈസറിൻ്റെയും ഒരു മിശ്രിതം രൂപത്തിൽ മുൻകൂട്ടി ലോഡ് ചെയ്ത് മിസൈലിൻ്റെ ബോഡിയിൽ സൂക്ഷിക്കാം. അവ വിക്ഷേപണത്തിന് തയ്യാറായി നിൽക്കുന്നു. ഓൺസൈറ്റ് ഇന്ധനം ആവശ്യമില്ല. മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വെടിവെക്കാനും ഇതിന് കഴിയും. അപ്രതീക്ഷിത ആക്രമണങ്ങൾക്കും വികേന്ദ്രീകൃത യുദ്ധത്തിനും ഈ സംവിധാനമാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. ഒരിക്കൽ കത്തിച്ചാൽ ഇന്ധന മിസൈലുകൾ ഷട്ട് ഡൗൺ ചെയ്യാനോ ത്രോട്ടിൽ ചെയ്യാനോ കഴിയില്ല. വിക്ഷേപണം മാറ്റാനാവാത്തത്. ചലനാത്മകതയ്ക്കും വേഗതയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തനപരമായ വിട്ടുവീഴ്ച ചെയ്യാം, അത്രമാത്രം. മിസൈലുകൾ ഇതുകൊണ്ട് സ്വന്തം ഓക്സിജൻ വഹിക്കണം. മിസൈലുകൾക്ക് ഓൺബോർഡ് ഓക്സിഡൈസറുകൾ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പലപ്പോഴും ആളുകൾ ഉയർത്താറുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുന്ന ജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമാണ് മിസൈലുകളുടെ സാങ്കേതിക വിദ്യ. മിസൈൽ എഞ്ചിനുകൾ ഓക്സിജൻ അപര്യാപ്തമായതോ പൂർണ്ണമായി ഇല്ലാത്തതോ ആയ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. ബാലിസ്റ്റിക് മിസൈലുകൾ നൂറുകണക്കിന് കിലോമീറ്റർ ആകാശത്തേക്ക് ഉയരും. ശ്വസിക്കാൻ കഴിയുന്ന ഉയരങ്ങൾക്കപ്പുറം. സുസ്ഥിരമായ പ്രൊപ്പൽഷൻ ഉറപ്പാക്കാൻ തുടക്കം മുതൽ തന്നെ ജ്വലനത്തിന് ആവശ്യമായതൊക്കെ അവ വഹിക്കണം. ഇറാൻ രാത്രികാല മിസൈൽ ആക്രമണങ്ങളാണ് തങ്ങളുടെ തന്ത്രത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു യാദൃച്ഛികമായ തീരുമാനമല്ല. സാങ്കേതിക യാഥാർത്ഥ്യങ്ങളും തന്ത്രപരമായ അവസരങ്ങൾ മുതലെടുക്കാനുള്ള ഒരു നീക്കവും യുദ്ധത്തിൻ്റെ മനഃശാസ്ത്രപരമായ സമീപനവും. അതാണ് മിസൈലുകൾ രാത്രി ആക്രമണത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ നേർവിപരീതമായി ഇറാൻ വ്യോമമേഖലയിൽ തുടർച്ചയായി ഇസ്രയേൽ പോർജറ്റുകൾ ഇപ്പോൾ ആക്രമണം തൊടുക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. ആദ്യ ദിനം തന്നെ 200 ഇസ്രായേലി വ്യോമസേനാ ജെറ്റുകളാണ് ഇറാൻ ആകാശത്തേക്ക് കുതിച്ചെത്തിയത്, കൃത്യമായ ആക്രമണ ലക്ഷ്യങ്ങളുമായി. വ്യോമപ്രതിരോധം തീർത്തും ദുർബലാവസ്ഥയിലായി ഇറാന്റെ സൈനിക ആണവ അടിസ്ഥാന സൗകര്യങ്ങളുടെ 3 പ്രധാന ഭാഗങ്ങൾ ഇസ്രയേൽ ആദ്യ ദിനം തന്നെ അടിച്ചിട്ടു. ആദ്യം ആണവ ഇൻസ്റ്റലേഷനുകൾ തന്നെയാണ് ഇസ്രയേൽ ആക്രമണത്തിലൂടെ തകർത്തത്. ഏറ്റവും അറിയപ്പെടുന്ന നതാൻസ് കേന്ദ്രം ഇസ്രയേൽ ആക്രമിച്ചു. ആണവ കേന്ദ്രങ്ങൾക്ക് പിന്നാലെ മിസൈൽ ശേഷികൾ തകർക്കുക, കുറയ്ക്കുക എന്നതായിരുന്നു ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. ഇറാൻ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ സംഭരിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ ഒന്നൊന്നായി ഇസ്രയേൽ ആക്രമിച്ചു. മിസൈൽ താവളങ്ങളും വ്യോമസേനാ സ്ഥാപനങ്ങളുമൊക്കെ ആക്രമണ പട്ടികയിൽ ഇസ്രയേൽ ഉൾപ്പെടുത്തി. ഇറാന്റെ കൈവശം ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്ന് ഇസ്രയേലിന് കൃത്യമായ വിവരമുണ്ട്. എന്നാൽ ഇറാന്റെ പക്കലുള്ള ലോഞ്ചറുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മിസൈൽ ലോഞ്ചറുകൾ ആക്രമിച്ച് പരമാവധി തകർത്താൽ ആക്രമണത്തിന്റെ രൂക്ഷത കുറയ്ക്കാൻ കഴിയും എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടി. ഇറാൻ നേതൃത്വത്തിന്റെ ശിരച്ഛേദം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ നടപ്പാക്കിയത്. ആക്രമണങ്ങളിൽ ഇറാന്റെ സായുധസേനാ മേധാവി, IRGC വ്യോമസേനാ കമാൻഡർ, മറ്റു ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ആണവ ശാസ്ത്രജ്ഞർ എന്നിവരൊക്കെ കൊല്ലപ്പെട്ടു. ഇസ്രയേലിന്റെ പ്രാദേശിക ശത്രുക്കൾ ഏറ്റവും ദുർബലമായ അവസ്ഥയിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇറാനുമേൽ കടന്നാക്രമണം നടത്തി ഇസ്രയേൽ ശക്തമായ മുന്നേറ്റമൊരുക്കിയിരിക്കുന്നത്. ശത്രുരാജ്യം ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇത്തരമൊരു യുദ്ധത്തിന് പിന്നിൽ. 1981 ഇറാഖിലെ റിയാക്ടറിൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ട മൊനീഷം ബെഗിന്റെ പേരിലുള്ള ബെഗിൻ സിദ്ധാന്തമാണിത്. ശത്രു തല ഉയർത്തും മുൻപേ അവനെ നിലംപരിശാക്കുക. 2007 ഇസ്രയേൽ സിറിയയിൽ ഉത്തര കൊറിയ നിർമ്മിച്ച ഒരു റിയാക്ടർ കണ്ടെത്തി. പ്രധാനമന്ത്രി ഓൾമർട്ട് പ്രസിഡന്റ് ബുഷിനോട് അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ബുഷ് അത്തരമൊരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യേണ്ട എന്ന നിലപാടെടുത്തു. ഓൾമർട്ട് പറഞ്ഞു, എങ്കിൽ നമ്മൾ തന്നെ അത് സ്വയം ചെയ്യാം. ബുഷ് അദ്ദേഹത്തെ തടഞ്ഞില്ല. ഇപ്പോഴത്തെ ട്രംപിൻ്റെ നിലപാടും അതുതന്നെ. 1981 2007 2025 ഒരു പരിധിവരെ അമേരിക്കയുടെ സമ്മതത്തോടെയോ അല്ലാതെയോ കുറഞ്ഞപക്ഷം സഹിഷ്ണുതയോടെയോ ആണവ ഭീഷണി തടയാൻ ഇസ്രയേൽ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നുവെന്നർത്ഥം. ഇസ്രയേൽ ഒരു അത്ഭുതമാണ് എന്ന് ലോകം പറയുന്നു. മൊസാദും IDFും നേടിയ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്ന അവരുടെ ജനത. അതിശയകരവും ഹോളിവുഡ് നിലവാരമുള്ളതുമായ ഒരു ഓപ്പറേഷനാണ് ഇക്കഴിഞ്ഞ ദിവസം IDF ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത്. ഉന്നത കമാൻഡർമാർ കിടക്കയിൽ കിടന്നുറങ്ങുമ്പോൾ അവർക്കെതിരായ കൃത്യമായ ആക്രമണം.
ഇസ്രയേലികളിൽ ഇത് മതിപ്പുളവാക്കി. 1967 എൻഡബെ, 2007 ധീരമായ പ്രവർത്തനങ്ങളുടെ ഓർമ്മകൾ ഒക്കെ ഇത് തിരികെ കൊണ്ടുവന്നു ഇസ്രയേലികൾക്കിടയിൽ. ലോകമെമ്പാടുമുള്ള ജൂതന്മാരോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു യുദ്ധനീക്കവുമായി ഇസ്രയേൽ നീങ്ങിയത്. ഇറാന് ലോകമെമ്പാടും ശക്തമായ നിയന്ത്രണങ്ങളുണ്ട്. ഇസ്രയേലിന്റെ പക്കലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ശക്തി തന്നെയാണ് ആകാശ പോർമുനയുടെ അവരുടെ കരുത്തും. ദീർഘദൂര പോരാട്ട ദൂരമുള്ള F-35 വിമാനങ്ങളാണ് ഇസ്രയേലിന്റെ കരുത്ത്. അവയാകട്ടെ അമേരിക്ക സമ്മാനിച്ചതും. അമേരിക്കയിൽ നിന്ന് വാങ്ങി സാങ്കേതികമായി മറ്റൊരു തലത്തിലേക്ക് ഇസ്രയേൽ വിദഗ്ധർ ഉയർത്തിയ ആ പോർജെറ്റുകൾ. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ച് ഈ പോർജെറ്റുകൾക്ക് ഇറാൻ വ്യോമമേഖല കീഴടക്കാൻ കഴിഞ്ഞു. സിറിയയ്ക്കും ഇറാഖിനും മുകളിലൂടെയാണ് ഈ പോർജെറ്റുകൾ പറന്നത്. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. അതാണ് ഇസ്രയേലിന്റെ നിലപാട്. ശത്രുവിൻ്റെ തലയടിച്ചു പരത്തിയേ തങ്ങൾ പിന്മാറൂ എന്നവർ ശപഥം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.